തങ്കമുരുകും നെഞ്ചിമേത്തകീട് ഞാനൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞുമൻ വിളക്കിൽ വീണ്ടും വിണ്ണുമെൻ അഭിലാഷത്താൽ എണ്ണ പകരുമ്പോൾ തെച്ചിപ്പൂന്തോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോൾ എന്തിനീ നാണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. നമുക്കിവിടെ തിരുവാതിരയുടെ ഒരു ടീം ഉണ്ടെന്നും നമ്മൾ ഒരുപാട് അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ടെന്നൊക്കെ നമ്മുടെ വ്ളോഗിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിപ്പോ എന്താ എല്ലാവരും സെറ്റുമുണ്ടൊക്കെ എടുത്ത് പാലത്ത് കൂടെ നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവില്ലേ? ഞങ്ങൾക്ക് എവിടെയാണ് ഇന്നത്തെ പരിപാടി അറിയോ? ഇത് പട്ടാമ്പി ഗുരുവായൂരാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാം ഉള്ളത്. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തിരുവേഗപ്പുറ പാലം വഴി വേണം പോവാൻ. പക്ഷേ ആ പാലത്തിൻ്റെ ഇപ്പോൾ ഇവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ വിടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് അതിലൂടെ നടന്നു പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് എത്തിയതിന് ശേഷം വേറെ ബസ്സിൽ പോകണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുന്നത്. അങ്ങനത്തെ നമ്മൾ പട്ടാമ്പി എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള പൂവ് വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കളർ പൂവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അരളിപ്പൂവും തുളസിയും കൂടെ ഉള്ളത്. അപ്പോൾ എന്താ അവിടെ ഉത്സവം നടക്കുകയാണ് കേട്ടോ പട്ടാമ്പി ഗുരുവായൂർ. അപ്പോൾ അവിടെ നിറയെ പ്രോഗ്രാമുകൾ ഓരോ ദിവസവും ഉണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ മുന്നക്കൂട്ടി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഭക്തിഗാനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ആദ്യം തന്നെ വേഗം പോയി തൊഴുത് വന്നു കേട്ടോ. നമുക്ക് രാവിലെ തന്നെയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് തൊഴുതിട്ട് വന്നു. നമ്മളെത്തിയപ്പോൾ കുറച്ചും കൂടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുടേത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ഏതായാലും എന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത് പുഴയുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. അവിടെ തൊട്ടടുത്ത് പുഴയും ആ പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള ആ സ്റ്റെപ്പുകളും തൊട്ടപ്പുറത്ത് പാലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും നിറയെ വീഡിയോസൊക്കെ എടുത്തു. സാധാരണ നമുക്ക് ഇത്രയും സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും അധികം വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ വേഗം പോവുക, പരിപാടി അവതരിപ്പിച്ച് കഴിച്ചിട്ടാവും പിന്നെയും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പോഴേക്കും ആകെ വേർത്തിട്ടും ഉണ്ടാവും. ഇപ്രാവശ്യം ഇങ്ങനെ ഒരുപാട് സമയമൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ നിറയെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ സെറ്റ് കൊണ്ട് എങ്ങനെയുണ്ട്? ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾക്ക് ഇതൊരു സമ്മാനം കിട്ടിയിട്ടുള്ള സെറ്റ് കൊണ്ട് ഞാൻ അന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുടിവെപ്പിന് പോയ സമയത്ത് ആ ഒരു സെറ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോഴാണ് ആദ്യമായിട്ട് അത് ഉടുക്കുന്നത്. ഉടുത്ത് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതിൻ്റെ മാച്ചിങ് ആയിട്ട് ബ്ലൗസും കൂടെ നമ്മൾ സെറ്റ് ചെയ്തപ്പം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കൂടെ അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ 8 പേര് മാത്രമായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തു തരാൻ വേറെ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരാൾ ആ വഴിക്ക് വന്നത്. അപ്പോൾ ആളിനെ കൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുന്നു, സ്റ്റെപ്പ് കയറുന്നു, അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുത്തു തന്നു കേട്ടോ. പ്രോഗ്രാം കാണാനാണെന്ന് വെച്ചെങ്കിൽ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മളാണ് കളിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാം.
നമുക്ക് കിട്ടുന്ന ഓരോ സ്റ്റേജുകളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ചില സ്റ്റേജുകൾ നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഓർത്ത് വയ്ക്കും. അതിനുള്ള ഒരു കാരണമാണ് കേട്ടോ ഇത്. അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു വിഗ്രഹമാണ്. ഒരുപാട് സന്തോഷമാവുക എന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ അമ്മയെ അത്രയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല പോകുന്നതെങ്കിൽ കൂടി ഇത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോരുകയാണ്. എല്ലാവരുടെയും മുഖത്ത് നോക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു അത്. അപ്പോൾ അവിടെ ആണെന്ന് വെച്ചെങ്കിൽ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് നടക്കണം. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പട്ടാമ്പിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പട്ടാമ്പിയിലെ ഗുരുവായൂരപ്പനും ഗുരുവായൂരമ്പലവും ഒക്കെ തന്നെയല്ലേ. അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ തിരുവേഗപ്പുറ പാലത്തുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നടക്കണം. ഞങ്ങളാണെങ്കിൽ വന്ന സമയം ഉച്ചയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അതെ, ഇതൊരു എക്സ്പീരിയൻസ്. അങ്ങനെ ദേ വീട്ടിലെത്തിയിട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു ഗുരുവായൂരപ്പനെ എല്ലാവരും ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോണ്ടല്ലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ. എല്ലാവരും അതെ, പാറുവാണെങ്കിലും മൃദുവാണെങ്കിലും ഒക്കെ എല്ലാവരും പറയും, അയ്യോ എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗുരുവായൂരപ്പനാണ്. നമുക്കത് വീട്ടിൽ വയ്ക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മൾ ശരിക്കും ഗുരുവായൂർ പോകുന്ന സമയത്ത് ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗുരുവായൂരപ്പുണ്ട്. അവിടെ പുറത്ത് മാലയൊക്കെ ഇട്ടിട്ട് അവിടെ കദളിപ്പഴവും ഒക്കെ വെച്ചിട്ടുണ്ടാകും. അത് കണ്ടിട്ടില്ലേ? ആ സെയിം ഗുരുവായൂരപ്പനാണ് കേട്ടോ. അതുപോലെ ഉണ്ട് കാണാൻ. അതാണ് കൂടുതൽ സന്തോഷം. ശരിക്കും നല്ല ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയല്ലോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏത് പൂർവ്വതപസ്സിനായി ഞാൻ സ്വന്തമായി